എടുത്തു പോയപ്പോഴാണ് ഇവർക്കൊക്കെ അപകടം പറ്റിയത്. 10-60 ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, ഇന്ത്യക്കാരടക്കം. അവർക്കെല്ലാം പരിക്ക് പറ്റിയത് ഇതുപോലുള്ള സന്ദർഭങ്ങളിലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ മെസ്സേജ് അലേർട്ട് വരുമ്പോൾ പല ആൾക്കാരും കെട്ടിടത്തിന്റെ മുകളിലോട്ട് പോയി മൊബൈലിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അത് അപകടമുണ്ടാക്കുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ പൊട്ടി വീണ മിസൈലുകൾക്ക് അടുത്ത് പോകരുത് എന്ന് അവർ പ്രത്യേകം പറയുമ്പോഴും പല ആൾക്കാരും ഇത് ശ്രദ്ധിക്കാതെ അവിടെ പോയി ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് ഷെയർ ചെയ്യുമ്പോൾ അത് 2-3 ദിവസം കഴിയുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമ്പോൾ, 2-3 ദിവസം കഴിഞ്ഞ് എത്തുമ്പോൾ ഇത് ഇപ്പോൾ നടന്ന ഒരു സംഭവമായിട്ടാണ് ആൾക്കാരുടെ കയ്യിലേക്ക് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ എത്തുന്നത്. അപ്പോഴാണ് അത് ഫേക്ക് ന്യൂസ് ആയിട്ട് മാറുന്നതും ഇവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവരോട് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ മാർഗനിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വീട്ടിനകത്ത് കഴിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യം എന്നാണ് പറയാനുള്ളത്. ശരി, നന്ദി അരുൺ രാഘവൻ.